നവംബർ മാസം 9 നാഷണൽ ലീഗൽ സർവീസിലെ ഏതൊരു പൗരനും നിയമസഹായം സൗജന്യമായി ലഭിക്കേണ്ടത് അവന്റെ അവകാശമാണ്. അത് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ഇന്ന്. ഈ ദിവസത്തിൽ നമ്മോടൊപ്പം അതിഥിയായി കൊട്ടാരക്കരയുടെ മുൻ MLA ദീർഘവർഷങ്ങളായി അഭിഭാഷകയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീമതി ഐഷ പോറ്റി നമസ്കാരം. ഇന്ന് നവംബർ മാസം 9 നാഷണൽ ലീഗൽ സർവീസിലെ ആളുകളെ സംബന്ധിച്ചോളം ഏറെ വർഷങ്ങളായി ഈ ഒരു പങ്കെടുക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തെന്നുള്ളതിന് എന്താണ് ഈ നാഷണൽ ലീഗൽ സർവീസ് ഡേ എന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് നിയമസഹായം ചെയ്ത് വലിയ നിയമക്കുരുക്കിലേക്ക് പോകാതെ പണച്ചെലവില്ലാതെ വേഗത്തിൽ അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം വന്നിട്ടുള്ളത്. അപ്പൊ സംസ്ഥാന തലത്തിലുണ്ട്, ജില്ലാ തലത്തിലുണ്ട്, താലൂക്ക് തലത്തിലുമുണ്ട്. അപ്പൊ കൊട്ടാരക്കര താലൂക്ക് ലീഗൽ സർവീസസ് സൊസൈറ്റിയാണ്, അതാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ഫുൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന 85 LLM കഴിഞ്ഞിട്ട് 86 ആദ്യം 85 ലാസ്റ്റ് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് കുറച്ചു നാളായപ്പോൾ തന്നെ ഈ ലീഗൽ സർവീസസ് അതോറിറ്റി വന്നിരുന്നു. അപ്പൊ അതിലെ ബെഞ്ച് മെമ്പർ ആയിരുന്നു, ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലുള്ള ബെഞ്ച് മെമ്പർ ആയിരുന്നു. അപ്പൊ ഡിസിഷൻ എടുക്കാൻ ഒരു ജുഡീഷ്യൽ ഓഫീസർ, ഒരു ബെഞ്ചും, ഒരു അഡ്വക്കേറ്റ്, ഒരു പൊതുപ്രവർത്തകർ, അങ്ങനെയാണ് വരിക. പൊതുവിലുള്ള ഒരാളും കൂടി ചേർന്നാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്ന കക്ഷികളുടെ. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു വസ്തുതർക്കം വന്നു, അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നം, ഏത് തരം കേസുകളായാലും, ക്രിമിനൽ കേസുകൾ പക്ഷെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതേ ഒക്കെ പറ്റുള്ളൂ. എന്നാൽ കൂടുതൽ ഈ സിവിൽ കേസുകളാണ് ജന്മകാലം മൊത്തം കിടക്കുന്നത്. നീണ്ടു പോവും, പണച്ചെലവ്, വക്കീൽ ഫീസ്, ഇങ്ങനെ മനസ്സിന് സ്വൈര്യമില്ലാണ്ടിരിക്കും. അപ്പൊ ഈ കാര്യത്തിനൊക്കെ വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പണച്ചെലവില്ല. താലൂക്ക് ഏത് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ജൂറിസ്ഡിക്ഷനിലാണോ ഇവർ വരുന്നത്, അവിടെ ആ താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി മുമ്പാകെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം, ഹർജിക്കാരൻ അല്ലെങ്കിൽ ഹർജിക്കാരി എതിർകക്ഷി എന്ന് പറഞ്ഞ് കേസിനകത്ത് നമ്മൾ പറയുന്നത് അന്യായത്തിന്റെ മോഡലൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ള അക്കമിട്ട് എഴുതുന്ന എതിർകക്ഷികൾ ആരാണെന്നുള്ള എഴുതി അതിന് ഒരു ബാങ്ക് ആണെങ്കിലും നമുക്ക് കൊടുക്കാം, ഒരു സൊസൈറ്റി ആണെങ്കിലും കൊടുക്കാം, ഏത് മനുഷ്യരാണെങ്കിലും നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് ഇത് ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കുക. ഇവിടെ കൊട്ടാരക്കരയാണ് കോടതിയില്, അവിടെയാണ് താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി. എല്ലാ കോടതിയിലും ഓരോ ഡേയില് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇത് എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കും. എന്നിട്ട് അടുത്ത സിറ്റിംഗ് സെക്കൻഡ് സാറ്റർഡേ ഒക്കെയാണ് സാധാരണ പറയുന്നത്. പണ്ടൊക്കെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഉള്ള സമയത്ത് വ്യാഴാഴ്ച വെറുതെ വെക്കും. എന്നിട്ട് ആ സമയത്ത് കക്ഷികളെ വിളിച്ചു വെക്കും. അപ്പൊ വരണമെന്നാണ്, പക്ഷെ വരണം മാൻഡേറ്ററി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ ന്യൂനതയുണ്ട്. ഇത് ഫ്രീ ആണല്ലോ. അപ്പൊ നോട്ടീസ് അയച്ചാൽ സാധാരണഗതിയിൽ ഒരുവിധം എല്ലാവരും വരും, ഒരുവിധം. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഈ മാറ്റർ എല്ലാം ഇരുന്ന് പറയും അവരോട്. ഒരു ഫ്രഷ് സൂട്ട് ഫയൽ ചെയ്യുന്നതിനുണ്ടാകുന്ന പാലിച്ച ചെലവ്, ഇതൊക്കെ കുറേ നല്ലോണം ഒഴിവാക്കാം. അങ്ങനെ പറഞ്ഞൊരു സെറ്റിൽമെന്റ് ആയാലും ഒരു അവാർഡ് പാസ്സാക്കും ഈ സർവീസസ് അതോറിറ്റി. അപ്പൊ ആ അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു കോടതി വിധിക്കുകയാണ്. എത്ര റിലീഫ് എന്നറിയോ മനുഷ്യർക്ക്. പിന്നെ പെൻഡിങ് കേസസ്, ലോൺ പെൻഡിങ് കേസസോ അല്ലാത്തതോ ആയിട്ടുള്ള കേസുകൾ കോടതിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുമല്ലേ, തീരാതെ കിടക്കുക. അപ്പൊ അതില് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കാം നമുക്ക്. അപ്പോഴും നമ്മൾ നോട്ടീസ് അയക്കും, എതിർകക്ഷി വരണം. ആരാണോ ഇത് ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ വെക്കണം എന്ന് പറയുന്നത് അവരുടെ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കണം. ഇങ്ങനെ അദാലത്തിൽ വെച്ചിട്ടുണ്ട് ഇന്ന് വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരും കൂടി വരുവാണ്. അങ്ങനെ ഒത്തിരി കേസ് തീർത്തിട്ടുണ്ട്. ഞാനൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, കുറേ പ്രോബ്ലംസ് സോൾവ് ആക്കാൻ പറ്റും. പഴയ ലോൺ പെൻഡിങ് കേസൊക്കെ ചിലപ്പോൾ നല്ല രീതിയിലൊന്ന് ഇടപെടുകയാണെങ്കിൽ മനുഷ്യനെ കൺവിൻസ് ചെയ്യിച്ചാൽ കുറെ കേസ് തീർക്കാൻ പറ്റും. അപ്പൊ അത്രയും ഒരു മനുഷ്യനും ആശ്വാസം, കോടതിയിൽ കേട്ടെടുക്കുന്ന കേസും തീരും. ഇതൊരു നല്ല കാര്യമാണെന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. ഇതുപോലെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമില്ല. പിന്നെ ചിലര് ഇതിന് മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് കറക്റ്റ് വന്നേ പറ്റൂ എന്ന് പറയാനുള്ള അതോറിറ്റി ഇത് തീർക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കോടതി പോകുന്നു. മൊത്തത്തിലൊന്ന് അനുഭവിച്ചാൽ ഇതിനെ ഒന്ന് നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ഒരു അവയർനെസ് ജനങ്ങളിടയിൽ കൊടുക്കണം. ഇങ്ങനൊരു സംവിധാനം ഉണ്ട്. അങ്ങനെ വന്നാൽ ഭാരിച്ച ചെലവുകളെ ഒരുപാട് സമയമൊക്കെ ലാഭിച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു മൈൻഡ് ഉണ്ടാക്കാം.
അങ്ങനെ വന്നാൽ നല്ല നിലയ്ക്ക് കേസുകൾ സോൾവ് ആവും, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ്. അതിനെ നന്നായി വിനിയോഗിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ വിക്ടിം കോമ്പൻസേഷൻ ഒക്കെ ജില്ലാ തലത്തിലുള്ള സമിതിയിലാണ് വരുന്നത്. അപ്പൊ അവർക്ക് കേസിൽ ഇപ്പൊ പോക്സോ കേസ്, മറ്റേ കേസുകൾ, റേപ്പ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വിക്ടിം കോമ്പൻസേഷനൊക്കെ കൊടുക്കണമല്ലോ. അതൊക്കെ ആ സർവീസസ് അതോറിറ്റിയിലാണ് തീരുമാനമൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇത് എല്ലാ തരത്തിലും മനുഷ്യന് ഗുണമുള്ള ഒരു കാര്യമാണ്. വേണ്ടവണ്ണം വിനിയോഗിക്കണം. പക്ഷെ ഇതിനെ കുറിച്ച് എത്രത്തോളം പൊതുവിൽ അറിയാം? ജനത്തിന് ഇതിനെ കുറിച്ചുള്ള പൊതുജനത്തിന് കൂടുതലും ഇതിനെ കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ടോ? എനിക്ക് സംശയമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് പലപ്പോഴും. ചില കേസ് ഇന്ന് ഞാനൊരു കക്ഷിയെ പറഞ്ഞു വിട്ടേച്ചിരിക്കുക, പക്ഷെ അതവിടെ സോൾവ് ആയില്ല. മറ്റൊരു വരാതെ ഭയങ്കര തിരക്കായിട്ടിരിക്കുക. കോഴിക്കോടുള്ള ഒരു കക്ഷി പത്തനാപുരം ഗാന്ധി ഭവൻ അതൊരു സെന്ററാണ്. അപ്പൊ അവിടെ പോയിട്ട് എതിർകക്ഷി വന്നില്ല. വളരെ പക്ഷെ അങ്ങനെ നമ്മൾ വക്കീലന്മാര് തന്നെ പറയണം, മീഡിയാസിൽ കൂടെ ധാരാളം കണ്ടു ഒത്തിരി വാർത്ത വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് മനുഷ്യന് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. വേണ്ടത്ര നമ്മുടെ ഒരു കാര്യങ്ങൾ നല്ല ഇതൊക്കെ ക്ലാസ്സുകളിൽ കൂടെ ക്ലാസ് കൊടുക്കണം. ഒരു ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ എങ്ങനെ കൊടുക്കണം, പിന്നെ മീഡിയയിൽ കൂടെ ഒക്കെ നല്ല രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കണം. എന്ത് ആശ്വാസമാണെന്നറിയോ? മനസ്സമാധാനമുണ്ട് വീടുകളിലെ കക്ഷികൾക്ക്, ജനങ്ങൾക്ക്. പാവപ്പെട്ടവരാണ് നിറയുണ്ടാവും. ഇതുപോലൊരു ആശ്വാസം ഇല്ല. ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ കേസ് അങ്ങനെ തീരാറുണ്ട്. നിങ്ങളുടെയൊക്കെ ഓഫീസ് ഒത്തിരി കേസ്, കോടതി കേസുകളും പ്രശ്നങ്ങളും ഒക്കെ സോൾവ് ആക്കിയ സന്തോഷമായിട്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം. നല്ലതാണ്. അവയർനെസ് കുറവാണ്. എത്ര നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കത്തക്കവണ്ണം കൊടുക്കണം. ഇപ്പൊ മറ്റൊരു കാര്യങ്ങൾ വന്നിട്ടില്ല. ക്രിമിനൽ കേസായാലും എന്തൊരു കേസായാലും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാത്ത ഒരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. അതിനെതിരെയൊക്കെ കുറച്ച് പൊതുവെ ജനത്തിനിടയിൽ സംസാരിച്ചു. പിന്നെ വക്കീലന്മാരുടെ പ്രൊഫഷനെ ബാധിക്കുന്നുള്ളൊരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. വക്കീലന്മാർക്ക് കേസ് വരുമ്പോൾ ശമ്പളം ഇല്ലല്ലോ. കേസ് വന്നാലല്ലേ അവർക്ക് വരുമാനമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടെന്നുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ വരും. എന്നാലും തീർക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എന്റെ അഭിയോഗം വേഗം സഹായിച്ച് തീർത്തു കൊടുത്താൽ കക്ഷിക്ക് ആശ്വാസം. അപ്പൊ അതൊരു നല്ല പ്രോജക്ട്. കാരണം ഈ സിവിൽ കേസിലേക്ക് പോകുന്ന നീണ്ട വർഷങ്ങൾ പോകുന്നു. അവരുടെ ആരോഗ്യം, അവരുടെ 94, 64 സിവിൽ 278 ഓഫീസിലുണ്ട്. തീരണ്ടേ ഉണ്ട്. 78 സിവിൽ 278, 61 സിവിൽ 278. ഏറ്റവും പഴയ കേസാണ്. തീരണ്ടായോ? ആൾക്കാരിങ്ങനെ ഒട്ടും അപ്രോച്ചുകളല്ലാതെ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഈ ഇതുപോലുള്ള ഭാഗത്ത് വന്ന് പക്ഷെ തമ്മില് ധാരണയാവണം. അവിടെയാണ് മിടുക്ക്. ഈ ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മിടുക്ക്. നല്ല രീതിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ അതിലൊരു വലിയ മിടുക്കുണ്ട്. ഈ അതോറിറ്റികളുടെ എല്ലാം പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചമാവണമെങ്കിൽ ആത്മാർത്ഥതയോടെയുള്ള ഇടപെടൽ വേണം. ആത്മാർത്ഥതയോടെ അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാ വശങ്ങളും കൺവിൻസ് ചെയ്യിക്കണം. എന്താണ് നമ്മൾ ഇത്രയും പിടിച്ചു വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു ശരിയാ നല്ലതായി അങ്ങനെ ഇരിക്കുന്ന ഒരു നല്ല അപ്രോച്ച് എടുക്കാണെങ്കിൽ ഇനി പബ്ലിസിറ്റി കൊടുക്കുകയും വേണം. ഈ തരം അപ്രോച്ച് ബെഞ്ചിൽ ഉണ്ടാവുകയുണ്ടായി അതോറിറ്റിയുടെ മുന്നിൽ. ഇപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ ഈ അവയർനെസിന്റെ കാര്യം, പൊതുജനത്തിന് ഒരു അവബോധം നൽകി കൊടുക്കുക എന്നുള്ളത്. അത് നമുക്ക് എവിടെ നമുക്ക് അത് ആരംഭിക്കാൻ പറ്റും? ഇത് അവയർനെസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ വ്യാപകമായിട്ടാണ് അവയർനെസ് കൊടുക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഇതൊരു ഹൈസ്കൂൾ ലെവലിൽ മുതൽ പഠിപ്പിക്കുകയാണെങ്കിൽ പ്ലസ് ടുവിലൊക്കെ നിയമബോധനം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭരണഘടനയുടെ കുറെ ഭാഗങ്ങൾ പഠിപ്പിക്കുന്ന പോലെ ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ ഒരു സംവിധാനമുണ്ട്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ വളരെ ചെറിയൊരു ചാപ്റ്റർ അവയർനെസ് കൊടുക്കാൻ ഇന്ന രീതിയിൽ ചെയ്യണം. അങ്ങനെ കൂടെ വലിയ പത്രങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴത് നല്ല ഒരു ബോധം വരും. പക്ഷെ അവിടെ എല്ലാം ഉള്ള പ്രശ്നം ഒന്നുമല്ല, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ള എല്ലാവരും മനസ്സിലാവും. അപ്പൊ ഒരു കുറച്ച് ശതമാനം കേസ് പ്രോബ്ലംസ് നമ്മൾ മുഴുവൻ നേരമൊന്നും പറയുന്നില്ലെങ്കിലും നല്ലൊരു ശതമാനത്തിൽ അത് ഗ്രാജുവലി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇതൊരു സംവിധാനമാക്കി, ശക്തമായ സംവിധാനമാക്കി കഴിയുമ്പോൾ ഇതിനകത്ത് സോൾവ് ആവുകയാണെങ്കിൽ ഇന്ന നേട്ടങ്ങളുണ്ടെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. ആ രീതിയിൽ ഒന്ന് നല്ല അവയർനെസ് ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കാം. പത്ര ദൃശ്യമാധ്യമങ്ങൾ വഴിയും എല്ലാം നമ്മൾ നല്ല അവയർനെസ് കൊടുക്കും. കുട്ടികൾക്ക് സ്കൂൾ തലത്തിലും കുട്ടികൾ മുതലേ അങ്ങനെയാണെങ്കിൽ സ്കൂളിലായാലും
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തിരിച്ചറിവായ കുട്ടികൾ പിന്നെ ഒരു എല്ലൊക്കെ ആയാലും ഇപ്പൊ നല്ല മിടുക്കരായി അങ്ങനെയും കൂടെ വന്നാൽ മൊത്തത്തിലൊരു പിന്നെ എങ്ങ് പോകാൻ നമ്മുടെ പേരുണ്ട് കുടുംബശ്രീക്ക് കൊടുക്കും. കുടുംബശ്രീയെ അംഗൻവാടി വർക്കേഴ്സ് ഇങ്ങനെയുള്ള ഗ്രൂപ്പായിട്ട് വരുന്നവര് അല്ലെങ്കിൽ സെമിനാറുകൾ നടത്തിയിരുന്നു. ഇത്ര കാലകുട്ടി ചെയ്യുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പോഴും അറിഞ്ഞൂടാ. ഞങ്ങളുടെയൊക്കെ അടുത്ത് വരുമ്പോ ഞങ്ങളാണ് ഞാനും ഇന്നത്തെ സ്ത്രീ കേസ് കൊടുക്കാനാണ് വന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഷെയർ കിട്ടാൻ വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം, ആക്ച്വലി നമുക്ക് കൊടുക്കാം. പക്ഷെ അത് ഫലവത്തായില്ല. ഇല്ല, അല്ല അത് ഏറ്റവും നാം അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെ അങ്ങനെ വഴിത്തിരി കാണിച്ചത് നന്നായി. കാരണം അവർക്കും അതിനെ കുറിച്ചുള്ള ഒരു ബോധം എത്തുകയാണ്. ഈ മറ്റൊരു പ്രശ്നം വന്നാൽ അവർക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ സ്ഥലമൊക്കെ പറഞ്ഞു. അതെ, ഈ ചെയ്യുന്ന സേവനങ്ങൾ ഇത് കൂടാതെ നമുക്ക് വേറെ എന്ത് സേവനം ചെയ്യാം? ഇപ്പം ഈ വസ്തു അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടാതെ ഈ വൃദ്ധരായ മാതാപിതാക്കന്മാർക്കോ അങ്ങനെയുള്ളവർക്ക് എല്ലാ കേസുകളും അവിടെ കൊടുക്കാം. ഈ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങള് പൈസ കിട്ടാതെ ആർഡിയൊക്കെയാണ് സാധാരണ സീനിയർ സിറ്റിസൺസ് കൊടുക്കുന്ന മക്കളെ നോക്കിയില്ല. ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഏത് തരത്തിലുള്ളത് ഏകദേശമുള്ള എല്ലാ തരത്തിലുള്ള കേസും വലിയ സീരിയസ് കേസ് ക്രിമിനൽ കേസൊന്നും പറ്റില്ല. സോൾവ് ആക്കാവുന്ന സെറ്റിൽ ആക്കാവുന്നതല്ല അവിടെയും വേണ്ട. ഇതിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? വക്കീൽമാരാണോ അതോ അതിന് മുകളിലായിട്ട് നമുക്ക് ജഡ്ജാണ്. ലീഗൽ സർവീസ് ഇപ്പൊ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജിയാണ്. സബ് ജഡ്ജി ആയിരിക്കും. അല്ല, ജില്ലാ ജഡ്ജിയാണ്. സെക്രട്ടറി ആയിരിക്കുന്നതാണ് സബ് ജഡ്ജ്. ജില്ലാ ജഡ്ജി എന്റെ ചേർന്ന് ചെയ്യുമ്പോഴാണ് ഈ മീറ്റിംഗ് എന്നുള്ളത്. ഒരു ജുഡീഷ്യൽ ഉണ്ട്, അഡ്വക്കേറ്റ്സും ഉണ്ട്, ജുഡീഷ്യലും. ഇതുവരെയുള്ള മാമിന്റെ ഈ പ്രവർത്തന പരിചയത്തിൽ ഇതുപോലുള്ളത് മുഖാന്തരം ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് കേസിന്റെ ഒന്നും ഓർമ്മയില്ല. ഞാൻ ഫുള്ളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഒരു വസ്തു കേസ് എന്ന് പറഞ്ഞ് കുഴഞ്ഞു കിടന്നിരുന്നാണ്. അതില് പാനലിലുണ്ടായിരുന്നോണ്ട് എന്നെ അതിന് അഡ്വക്കേറ്റ് ആയിട്ട് വിളിച്ചു. ആ കേസ് ജയിച്ചു കൊടുത്തു. ഒരു ആശ്വാസമായി. പാവപ്പെട്ട മനുഷ്യരാണ്, അവർക്ക് വക്കീലിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് അങ്ങനെ വെച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് എത്രയോ കേസ് തീർക്കാം, ഫാമിലി പ്രോബ്ലംസ് തീർക്കാം. അപ്പൊ പിന്നെ മീഡിയേഷൻ കൂടെ ഉണ്ട്. ഈ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഈ സർവീസ് കൂടാതെ മീഡിയേഷൻ ഉണ്ട്. അത് മീഡിയേഷനിൽ തീർന്നാലും ഇങ്ങോട്ട് എല്ലാം ഇതിന്റെ ഇതൊരു സേവനമായിട്ട് തന്നെ നിയമപരം മാത്രമല്ല സേവനം നിയമപരമായിട്ടുള്ള പരിഹാരങ്ങൾ വേഗത്തിൽ കിട്ടുന്നു, ആശ്വാസമാകുന്നു, ചെലവ് കൂടാതെ സൗജന്യമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ മാം, ഇത്രയും വലിയൊരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം. മാമിന്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളെ ഈശ്വരൻ കൂടെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം.